ഇന്നത്തെ റെസിപ്പിയുടെ പ്രത്യേകത ഒരു ഹെൽത്തി ജ്യൂസാണ്. നമുക്ക് മിൻറ്റ് ലൈമിൻ്റെ അത്ര ടേസ്റ്റിയറും അതിനേക്കാൾ കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സുമുള്ള ഈ കുക്കുംബർ ലൈമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നമുക്കിത് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് കുക്കുംബേഴ്സാണ്. നമുക്കിത് മിക്സിയിലിട്ട് അരച്ച് ജ്യൂസാക്കുന്നതിന് വേണ്ടി നമുക്കിതിൻ്റെ തൊലിയൊന്ന് പീൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കുക്കുംബറിൻ്റെ തൊലി ഞാൻ പീൽ ചെയ്തെടുത്ത് കഴിഞ്ഞു. നമുക്കിനി മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതിൻ്റെ എളുപ്പത്തിന് നമുക്ക് ഇതൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി ഈ കുക്കുംബർ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ നാരങ്ങയാണ്. ഈ ചെറിയ നാരങ്ങ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ നാരങ്ങയിലുള്ള കുരു മാറ്റി നമുക്ക് ഈ ഒരു മൊത്തം നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നാരങ്ങയുടെ കുരു മാറ്റുന്നത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചു കൊടുക്കുമ്പോൾ ഒരു കയ്പ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ നാരങ്ങയുടെ കുരുകൾ നമ്മളെടുത്ത് മാറ്റുന്നത്. നമുക്ക് ഇതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വെള്ളം അല്ലെങ്കിൽ സോഡയായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവസാനമായി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ കുക്കുംബർ ലൈം ജിഞ്ചർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ റെസിപ്പി വളരെ ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് നൽകുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ റെസിപ്പി വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ റെസിപ്പി ഷെയർ ചെയ്യൂ. നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയതാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് റെസിപ്പി.